ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നോയമ്പ് 21 ഒരു ചെറിയൊരു പരീക്ഷണം ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും കൊണ്ടാട്ടിക്കൊരാഗ്രഹം ഇന്ന് ഇച്ചിരി ഇറച്ചിച്ചോറ് വെക്കണമെന്ന്. ഈ ഇറച്ചിച്ചോറ് എന്ന് വെച്ചാൽ ഈ വടക്കൻ കൊച്ചിക്കാർ വെക്കുന്ന ഒരു സംഭവമാണ്. ഇറച്ചിയും റൈസും മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതെന്തൊക്കെ: മല്ലിയില, പുതിന, കറിവേപ്പില, മസാലക്കൂട്ട്, കുറച്ച് കശുവണ്ടി, മുന്തിരി, പിന്നെ സവാള, തക്കാളി അതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിനകത്ത് ഇച്ചിരി കൊച്ചുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് എന്ന് വെച്ചാൽ മിക്സിയിലിട്ട് തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മസാല കൂട്ടിട്ട് കൊടുക്കുക. നെയ്യാണ് ആദ്യം ഒഴിച്ചത്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ സൗണ്ട് കേട്ടാൽ കടയെന്നുള്ള. അതിനുശേഷം കശുവണ്ടി, മുന്തിരി തീ കുറച്ച് വെക്കുക. ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നേരെ സവാള അങ്ങോട്ട് തട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിടുക. ആ ഉപ്പിട്ട് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ന് വെച്ചാൽ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ എരിവ് അനുസരിച്ച് കുരുമുളക് പൊടിച്ച കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇറച്ചിച്ചോറിന് വേണ്ടി ഇറച്ചി നേരത്തെ സെറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ അരിഞ്ഞ് കഴുകി കുക്കറിനകത്ത് വെച്ച് മസാല എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി, ഉപ്പ് ഇത് രണ്ടും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ വെള്ളം കണ്ട്, ഈ വെള്ളം നമ്മൾ അതിനകത്ത് ഒഴിക്കും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ ഇറച്ചി അതിലേക്ക് തട്ടാം. ഇപ്പോൾ റെഡിയാക്കി വെച്ച ഇറച്ചി തട്ടുവാണ്. ആ മസാല കൂട്ടിനകത്ത് തട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പോൾ അതിനകത്ത് ഇറച്ചിക്കകത്ത് ഇറച്ചി വേവിച്ച വെള്ളം ഞങ്ങൾ മാറ്റി വെച്ചാൽ അതിട്ട് ഈ മിക്സിലോട്ട് ഒഴിക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അരിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ അരി ഇതിനകത്ത് തന്നെ ഇട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ചിട്ടാണ് വേവിച്ച് റെഡിയാക്കി എടുക്കുന്നത്. അതാണ് ഈ ഇറച്ചിച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് അരി കഴുകി ഇടണം. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമ്മൾ അരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് തട്ടും. മല്ലിയിലയും പുതിനയും അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. അത് തന്നെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വിതറി കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. എല്ലാം കഴുകി വെച്ച് റെഡിയായി. ഇതും തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇടാം നമുക്ക് അതിനകത്ത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ആ ഇറച്ചിയും അരി എല്ലാം കൂടെ ഒന്ന് പെരണ്ട് ഇനി കുറച്ച് നേരം ഇത് മൂടി വെച്ച് വേവിക്കണം. നമ്മളെ ദമ്മൊക്കെ ഇടുന്ന പോലെ അല്ലേ. നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ആഹാ, അടിപൊളി. തുറന്നപ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, എന്ത് സ്മെല്ലാ! നല്ല അടിപൊളി മണം.
നല്ലപോലെ വെന്ത് കുഴഞ്ഞ് പെരണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ടാണ് പപ്പടം വറക്കണം, പിന്നെ സലാഡ്, കുക്കുംബറുണ്ട്, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, സൊബോള, ഇച്ചിരി തൈരും കൂടെ ഒഴിച്ച് ലേശം വിനാഗിരി ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് സെറ്റാക്കി എടുത്തേക്കുന്നത്.